Hi students, the next topic in module 5 is wireless LAN security. The IEEE code of wireless LAN is IEEE 802.11. There are two types of wireless LAN. First one is ad hoc network, second one is infrastructure LAN. ഇപ്പോൾ രണ്ട് ടൈപ്പിലുള്ള വയർലെസ് ലാൻ ഉണ്ട്. അഡോക് നെറ്റ്വർക്കും ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ വയർലെസ് ലാനും ഉണ്ട്. ഇനി എന്താണ് ഇതെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു ഫിഗർ കാണാം. ഇവിടെ ഇതെല്ലാം വയർലെസ് ഡിവൈസാണ്. അപ്പോൾ ഇതിന് പറയുന്ന പേര്, നമ്മളിവിടെ പറയുന്ന പേര് സ്റ്റേഷൻ എന്നാണ്. അപ്പോൾ ഇത് എല്ലാം സ്റ്റേഷൻസാണ്, വയർലെസ് സ്റ്റേഷൻസാണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റേഷനുകൾ തമ്മിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ, ഇതൊരു സ്റ്റേഷൻ, ഇത് വേറൊരു സ്റ്റേഷൻ, ഈ രണ്ട് സ്റ്റേഷനുകൾ തമ്മിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണെങ്കിൽ അതിനെ അഡോക് നെറ്റ്വർക്ക് എന്ന് പറയും. ഇനി അങ്ങനെയല്ല, ഈ രണ്ട് സ്റ്റേഷൻ തമ്മിൽ ഇവിടെ ഒരു ആക്സസ് പോയിൻ്റ് നിങ്ങൾക്ക് കാണാം. ഈ ആക്സസ് പോയിൻ്റ് വഴിയാണ് രണ്ട് സ്റ്റേഷൻസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഇൻഫ്രാസ്ട്രക്ചർ ലാൻ എന്ന് പറയാം. ഇപ്പോൾ രണ്ട് ടൈപ്പിലുള്ള വയർലെസ് ലാൻ ഉണ്ട്, അഡോക് നെറ്റ്വർക്കും ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ലാനും ഉണ്ട്. അപ്പോൾ അഡോക് എന്ന് പറയുമ്പോഴത്തേക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, രണ്ട് സ്റ്റേഷൻസ് തമ്മിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഇനി അല്ല, രണ്ട് സ്റ്റേഷൻ തമ്മിൽ ആക്സസ് പോയിൻ്റ് വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ, ആക്സസ് പോയിൻ്റ് വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഇൻഫ്രാസ്ട്രക്ചർ ലാൻ എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ കുറേ സ്റ്റേഷൻസ് കാണാം, അതുകൊണ്ട് തന്നെ ഒരു ആക്സസ് പോയിൻറ്റും കാണാം. ഈ സ്റ്റേഷൻസ് എല്ലാം കൂടെ കണക്ട് ചെയ്യുന്നത് ആക്സസ് പോയിൻ്റ് വഴിയാണ്, വയർലെസ് കണക്ഷനാണ്. അപ്പം ഈ ഒരു ഗ്രൂപ്പിന് പറയുന്ന പേരാണ് ബേസിക് സർവീസ് സെറ്റ് എന്ന് പറയും. ഈ വയർലെസ് സ്റ്റേഷനുകളെയും അത് കണക്ട് ചെയ്യുന്ന ഈ ആക്സസ് പോയിൻ്റ് എന്നെയും കൂടെ ചേർത്ത് പറയുന്ന കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് ബേസിക് സർവീസ് സെറ്റ്. അപ്പോൾ ഇതൊരു ബേസിക് സർവീസ് സെറ്റാണ്, ബേസിക് സർവീസ് സെറ്റ് 1. അതുകൊണ്ട് ഇവിടെ വേറൊരു ബേസിക് സർവീസ് സെറ്റ് ഉണ്ട്. രണ്ട് വയർലെസ് സ്റ്റേഷൻ, രണ്ട് സ്റ്റേഷന് കാണാം, ആക്സസ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് വേറൊരു ബേസിക് സർവീസ് സെറ്റാണ്, ബേസിക് സർവീസ് സെറ്റ് 2. അപ്പോൾ ഓരോ ബേസിക് സർവീസ് സെറ്റിലും എന്തുണ്ട്, ഒരു ആക്സസ് പോയിൻ്റ് ഉണ്ട്. ഈ ബേസിക് സർവീസ് സെറ്റ് 1 ഒരു ആക്സസ് പോയിൻ്റ് ഉണ്ട്, ആക്സസ് പോയിൻ്റ് 1. ബേസിക് സർവീസ് സെറ്റ് 2 ഒരു ആക്സസ് പോയിൻ്റ് ഉണ്ട്, ആക്സസ് പോയിൻ്റ് 2. അതുകൊണ്ട് തന്നെ ഈ ആക്സസ് പോയിൻ്റുകൾ തമ്മിൽ കണക്ട് ചെയ്തപ്പോൾ ഉണ്ട്, ഈ ആക്സസ് പോയിൻറ്റും ഈ ആക്സസ് പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഉണ്ട്. അത് വയേർഡ് കണക്ഷനാണ്. ഈ സ്റ്റേഷനും ആക്സസ് പോയിൻറ്റും തമ്മിലുള്ള കണക്ഷൻ വയർലെസ് കണക്ഷനാണ്. പക്ഷേ ഈ ആക്സസ് പോയിൻറ്റുകൾ തമ്മിലുള്ള കണക്ഷൻ വയേർഡ് കണക്ഷനാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു റേഡിയസ് സെർവർ ഉണ്ട്. അപ്പോൾ എന്താണ് റേഡിയസ് സെർവറിൻ്റെ പർപ്പസ് എന്ന് ഞാൻ പറയാം. അവിടെ ഓതൻറ്റിക്കേഷന് വേണ്ടിയാണ്, ഓതൻറ്റിക്കേഷൻ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയാണ് റേഡിയസ് സെർവർ യൂസ് ചെയ്യുന്നത്. അതായത് ഡീറ്റെയിൽസ് ഇനിയും വരുന്ന ടോപ്പിക്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ വയർലെസ് ലാൻ്റെ ഒരു ഫിഗർ. അതുകൊണ്ട് തന്നെ ഈ ബേസിക് സർവീസ് സെറ്റുകളുടെ ഒരു കളക്ഷന് പറയുന്ന പേരാണ് എക്സ്റ്റെൻഡഡ് സർവീസ് സെറ്റ്. ബേസിക് സർവീസ് സെറ്റ് എന്താണെന്ന് പറഞ്ഞായിരുന്നു, അതിനെ ഷോർട്ട് ഫോമിൽ നമുക്ക് BSS എന്ന് പറയാം. ദി യൂണിയൻ ഓഫ് ബേസിക് സർവീസ് സെറ്റ് കംപ്രൈസസ് ആൻഡ് എക്സ്റ്റെൻഡഡ് സർവീസ് സെറ്റ്. അപ്പോൾ രണ്ട് ബേസിക് സർവീസ് സെറ്റ് അവിടെ കണ്ടായിരുന്നു. അപ്പോൾ ഈ ബേസിക് സർവീസ് സെറ്റുകളുടെ ഒരു കളക്ഷന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഒരു യൂണിയന് പറയുന്ന പേരാണ് എക്സ്റ്റെൻഡഡ് സർവീസ് സെറ്റ്, ESS എന്ന് പറയും. അതുപോലെ തന്നെ ഈ സ്റ്റേഷനെയും അതുപോലെ തന്നെ ഈ ആക്സസ് പോയിൻറ്റിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ആ നമ്പറിന് പറയുന്ന പേരാണ് MAC അഡ്രസ്സ്. അത് 48 ബിറ്റ് അഡ്രസ്സാണ്. ഈ 48 ബിറ്റ് അഡ്രസ്സ് വെച്ചിട്ടാണ് ഈ സ്റ്റേഷനെയും, ഈ വയർലെസ് സ്റ്റേഷനെയും ഈ ആക്സസ് പോയിൻറ്റിനെയൊക്കെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആക്സസ് പോയിൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേറൊരു നമ്പറും കൂടിയുണ്ട്. അതിന് പറയുന്ന പേരാണ് SSID എന്ന് പറയും. SSID, സർവീസ് സെറ്റ് ID. ഈച്ച് ആക്സസ് പോയിൻറ്റ് ഈസ് ആൾസോ ഐഡൻറ്റിഫൈഡ് ബൈ ആൻ SSID, സർവീസ് സെറ്റ് ID. അപ്പോൾ ഇത്രയാണ് ഇതിൽ ബേസിക്സ് ആയിട്ട് വരുന്നത്. ദെൻ എങ്ങനെയാണ് നമ്മൾ വയർലെസ് ലാനിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, അപ്പോൾ അതാണ് അടുത്ത പഠിക്കാനുള്ളത്, ഓതൻറ്റിക്കേഷൻ ഇൻ വയർലെസ് ലാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ അപ്പുറത്ത് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഫിഗർ. എങ്ങനെയാണ് നമ്മൾ വയർലെസ് ലാനിൽ സെക്യൂരിറ്റി, അതായത് ഓതൻറ്റിക്കേഷൻ പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേഷൻ, വയർലെസ് സ്റ്റേഷനുണ്ട്, ആക്സസ് പോയിൻ്റ് ഉണ്ട്, നേരത്തെ പറഞ്ഞ ഓതൻറ്റിക്കേഷൻ സെർവർ, റേഡിയസ് സെർവർ എന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ റേഡിയസിൻ്റെ ഫുൾ ഫോം ഇതാണ്,
റിമോട്ട് ഓതൻറ്റിക്കേഷൻ ഡയൽ ഇൻ യൂസർ സർവീസ്. അപ്പോൾ അതാണ് റേഡിയസിൻ്റെ ഫുൾ ഫോം. അപ്പോൾ നമുക്ക് ഈ സ്റ്റേഷൻ ഒരു ഓതൻറ്റിക് സ്റ്റേഷൻ ആണോ അല്ലയോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം, എൻഷുർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ഈ കാണിച്ചേക്കുന്നത്. ഒരു ആക്സസ് പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ വയർലെസ് സ്റ്റേഷൻ ഒരു ഓതൻറ്റിക് സ്റ്റേഷനാണ്, ഒരു ജെന്യുവിൻ സ്റ്റേഷനാണ് എന്ന് നമുക്ക് എൻഷുർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആക്സസ് പോയിൻറ്റ് ഇതിൻ്റെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഐഡൻറ്റിറ്റി റിക്വസ്റ്റ് സ്റ്റേഷനിലോട്ട് സെൻഡ് ചെയ്യും. സ്റ്റേഷൻ അപ്പം അതിൻ്റെ ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ട് റെസ്പോണ്ട് ചെയ്യും. ദെൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്സസ് പോയിൻറ്റ് ഒരു റിക്വസ്റ്റ് ഓതൻറ്റിക്കേഷൻ സെർവറിലോട്ട് സെൻഡ് ചെയ്യും. ഈ സ്റ്റേഷൻ്റെ ഐഡൻറ്റിറ്റി വെച്ചിട്ട് ഇവിടെ കിട്ടിയല്ലോ, ഈ ഐഡൻറ്റിറ്റി വെച്ചിട്ട് ഒരു റിക്വസ്റ്റ് ഓതൻറ്റിക്കേഷൻ സെർവറിലോട്ട് കൊടുക്കും. ഓതൻറ്റിക്കേഷൻ സെർവറാണ് അത് ഓതൻറ്റിക് ആണോ, ആ സ്റ്റേഷൻ ഓതൻറ്റിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഓതൻറ്റിക്കേഷൻ സെർവറാണ്. നമ്മളിവിടെ കുറച്ച് ഓതൻറ്റിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ അങ്ങോട്ട് അയച്ചു കൊടുക്കും. അത് വെച്ചിട്ട് ഈ ഓതൻറ്റിക്കേഷൻ സെർവറാണ് ഈ സ്റ്റേഷൻ ഓതൻറ്റിക് സ്റ്റേഷനാണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആക്സസ് പോയിൻറ്റ് ഇതിൻ്റെ ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ട് അങ്ങോട്ട് റിക്വസ്റ്റ് കൊടുക്കും. ആ റിക്വസ്റ്റിന് ഒരു റിപ്ലൈയും ഓതൻറ്റിക്കേഷൻ സെർവർ ആക്സസ് പോയിൻറ്റിലോട്ട് കൊടുക്കും. ദെൻ ഇനി ആക്സസ് പോയിൻറ്റിന് ഈ സ്റ്റേഷൻ്റെ ഓതൻറ്റിക്കേഷൻ ഡീറ്റെയിൽസ് വേണം. കാരണം ഓതൻറ്റിക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടിയാലല്ല അത് ഓതൻറ്റിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആക്സസ് പോയിൻറ്റ് ഇതിൻ്റെ ഓതൻറ്റിക്കേഷൻ റിക്വസ്റ്റ് സ്റ്റേഷനിലോട്ട് സെൻഡ് ചെയ്യും. സ്റ്റേഷനിലോട്ട് ഓതൻറ്റിക്കേഷൻ റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സ്റ്റേഷൻ എന്താ ചെയ്യുന്നത്, അതിൻ്റെ ഓതൻറ്റിക്കേഷൻ ഡീറ്റെയിൽസ്, ഈ സ്റ്റേഷൻ്റെ ഓതൻറ്റിക്കേഷൻ ഡീറ്റെയിൽസ് വെച്ചിട്ട് തിരിച്ചൊരു റിപ്ലൈ കൊടുക്കും. അതാണ് ഓതൻറ്റിക്കേഷൻ റെസ്പോൺസ് എന്ന് കൊടുത്തേക്കുന്നത്. ഈ ഓതൻറ്റിക്കേഷൻ റെസ്പോൺസ് ഈ ആക്സസ് പോയിൻറ്റിന് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ആ ഡേറ്റ വെച്ചിട്ട് വേറെ റിക്വസ്റ്റ് ഈ സ്റ്റേഷൻ അയച്ചു തന്ന ഈ ഓതൻറ്റിക്കേഷൻ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ഒരു റിക്വസ്റ്റ് റേഡിയസ് സെർവറിലോട്ട് കൊടുക്കും. ഓക്കെ, റേഡിയസ് സെർവർ ഈ ഓതൻറ്റിക്കേഷൻ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യും. അതായത് ഈ സ്റ്റേഷൻ അയച്ചു കൊടുത്ത ഓതൻറ്റിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഈ റേഡിയസ് ആക്സസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ മെസ്സേജ് വഴി അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ആ ഓതൻറ്റിക്കേഷൻ ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്ന് ഈ ഓതൻറ്റിക്കേഷൻ സെർവർ ഇവിടെ വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തിട്ട് അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു അക്സെപ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. ആ മെസ്സേജ് ആക്സസ് പോയിൻറ്റിന് കിട്ടുന്നു. ആക്സസ് പോയിൻറ്റ് ദെൻ അത് ഓതൻറ്റിക്കേഷൻ വിജയിച്ചു, ഓതൻറ്റിക്കേഷൻ അത് സക്സസ് ആയി. അതുകൊണ്ടൊരു സക്സസ് മെസ്സേജ് ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ സക്സസ് മെസ്സേജ് ഇവിടെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് എന്താ മീനിങ്, ഈ സ്റ്റേഷന് ഒരു ഓതൻറ്റിക് സ്റ്റേഷനാണ്. ഈ ആക്സസ് പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഈ സ്റ്റേഷൻ ഒരു ഓതൻറ്റിക് സ്റ്റേഷനാണ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇങ്ങനെയാണ് വയർലെസ് LANനകത്ത് ഓതൻറ്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ആക്സസ് പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റേഷൻ ഓതൻറ്റിക് സ്റ്റേഷനാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ്. ഓക്കെ, ദെൻ ഇവിടെ ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ട് കുറേ മെത്തേഡ്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ മെത്തേഡ് ജസ്റ്റ് പേരൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ദ മെയിൻ ഓതൻറ്റിക്കേഷൻ മെത്തേഡ്സ് സപ്പോർട്ടഡ് ബൈ EAP ഇൻക്ലൂഡ് ദി ഫോളോവിങ്: MD5 TLS ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി, TTLS ടണൽഡ് ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി, ദെൻ PEAP പ്രൊട്ടക്റ്റഡ് EAP എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ഇതാണ്, എക്സ്റ്റെൻസിബിൾ ഓതൻറ്റിക്കേഷൻ പ്രോട്ടോക്കോൾ. ഇവിടെ ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് എക്സ്റ്റെൻസിബിൾ ഓതൻറ്റിക്കേഷൻ പ്രോട്ടോക്കോൾ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന വേരിയസ് ഓതൻറ്റിക്കേഷൻ മെത്തേഡാണ്. ജസ്റ്റ് നെയിം മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. 4 ഓതൻറ്റിക്കേഷൻ മെത്തേഡ്സ് ഉണ്ട്: MD5, TLS, TTLS, PEAP. ദെൻ ഒരു കീ ഹൈറാർക്കി. ദെൻ വയർലെസ് LANനകത്ത് ഒരു കീ ഹൈറാർക്കി ഉണ്ട്. ആ കീ ഹൈറാർക്കിയുടെ ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ടൈപ്പ് കീ ഉണ്ട്. പെയർവേസ് കീ ഉണ്ട്, ഗ്രൂപ്പ് കീ ഉണ്ട്. പെയർവേസ് കീ ഉണ്ട്, ഗ്രൂപ്പ് കീ ഉണ്ട്. പെയർവേസ് കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ
വയർലെസ് സ്റ്റേഷനും ആക്സസ് പോയിൻറ്റും തമ്മിലുള്ള ട്രാഫിക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീയാണ് പെയർവേസ് കീ. രണ്ടാമത്തെ കീയാണ് ഗ്രൂപ്പ് കീ. ഗ്രൂപ്പ് കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ബ്രോഡ്കാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടികാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, ബ്രോഡ്കാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടികാസ്റ്റ് കമ്മ്യൂണിക്കേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീയാണ് ഗ്രൂപ്പ് കീ. രണ്ട് ടൈപ്പ് കീ ഉണ്ട്, പെയർവേസ് കീ ഉണ്ട്, ഗ്രൂപ്പ് കീ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം സ്റ്റേഷനും ഒരു വയർലെസ് സ്റ്റേഷന് നമുക്ക് ഡയറക്റ്റ് ആക്സസ് പോയിൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കാണും, അല്ലെങ്കിൽ വയർലെസ് സ്റ്റേഷൻ വേണമെങ്കിൽ മെസ്സേജുകൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാറുമുണ്ട്, അല്ലെങ്കിൽ മൾട്ടികാസ്റ്റ് ചെയ്യാറുമുണ്ട്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, അതായത് സ്റ്റേഷനും ആക്സസ് പോയിൻറ്റുമായിട്ടുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനിലെ ട്രാഫിക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെയർവേസ് കീ യൂസ് ചെയ്യുന്നത്. ദെൻ അവിടെ വല്ല മൾട്ടികാസ്റ്റ് ട്രാഫിക്കോ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ട്രാഫിക്കോ ഉണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഗ്രൂപ്പ് കീ. അങ്ങനെ രണ്ട് കീ ഉണ്ട്. ദെൻ ഇവിടെ ഒരു കീ ഹൈറാർക്കി കാണാം. ഈ കീ ഹൈറാർക്കിയുടെ റൂട്ട് ഇതാണ് PMK. PMK എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയർവേസ് മാസ്റ്റർ കീ. PMK ഒരു 256 ബിറ്റ് കീയാണ്. ഇതൊരു 256 ബിറ്റ് കീയാണ് ഈ PMK. 256 ബിറ്റ് കീയാണ്. ഈ PMK എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? PMK രണ്ട് രീതി ഒബ്റ്റെയിൻ ചെയ്യാം. ഒന്നുകിൽ MSKയിൽ നിന്ന് PMK ഡിറൈവ് ചെയ്യാം, അല്ലെങ്കിൽ PSKയിൽ നിന്ന് PMK ഡിറൈവ് ചെയ്യാം. ഇനി എന്താണ് MSK? MSKയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ PMK ഡിറൈവ് ചെയ്യാം. MSK എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ സെഷൻ കീ, ഇതാണ് അതിൻ്റെ ഫുൾ ഫോം. അത് നമ്മുടെ സ്റ്റേഷനും വയർലെസ് സ്റ്റേഷനും ഓതൻറ്റിക്കേഷൻ സെർവറും കൂടി എഗ്രി ചെയ്യുന്ന ഒരു കീ ആണ് മാസ്റ്റർ സെഷൻ കീ. അപ്പോൾ ഈ വയർലെസ് സ്റ്റേഷനും ഓതൻറ്റിക്കേഷൻ സെർവറും കൂടി എഗ്രി ചെയ്യുന്ന ഒരു കീ ആണ് മാസ്റ്റർ സെഷൻ കീ. എന്നിട്ട് ഈ ഓതൻറ്റിക്കേഷൻ സെർവർ ഈ കീ ആക്സസ് പോയിൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ആക്സസ് പോയിൻറ്റിന് ഈ മാസ്റ്റർ സെഷൻ കീ കിട്ടും. എന്നിട്ട് ഈ ആക്സസ് പോയിൻറ്റും ഈ വയർലെസ് സ്റ്റേഷനും കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ MSKയിൽ നിന്ന് ഈ PMK ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓതൻറ്റിക്കേഷൻ സെർവറും വയർലെസ് സ്റ്റേഷനും കൂടി എഗ്രി ചെയ്യുന്ന കീ ആണ് MSK, മാസ്റ്റർ സെഷൻ കീ. ദെൻ ഓതൻറ്റിക്കേഷൻ സെർവർ ഈ കീ ആക്സസ് പോയിൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദെൻ ആക്സസ് പോയിൻറ്റും വയർലെസ് സ്റ്റേഷനും കൂടി ഈ PMK എന്ന് പറയുന്ന കീ ഡിറൈവ് ചെയ്യും. എവിടെ നിന്ന്? ഈ MSKയിൽ നിന്ന് PMK ഡിറൈവ് ചെയ്യും. അതുപോലെ തന്നെ ഈ PSKയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ PMK ഡിറൈവ് ചെയ്യാം. PSKയുടെ ഫുൾ ഫോമാണ് പ്രീ ഷെയർഡ് കീ. പ്രീ ഷെയർഡ് കീയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ PMK ഡിറൈവ് ചെയ്യാം, അല്ലെങ്കിൽ MSKയിൽ നിന്നും PMK ഡിറൈവ് ചെയ്യാം. ദെൻ ഈ PMKയിൽ നിന്നുമാണ് PTK ഡിറൈവ് ചെയ്യുന്നത്. ഈ PTKയുടെ ഫുൾ ഫോം പെയർവൈസ് ട്രാൻസിയൻറ്റ് കീ. പെയർവൈസ് ട്രാൻസിയൻറ്റ് കീ. ഇനി എങ്ങനെയാണ് ഈ PMKയിൽ നിന്നും PTK ഡിറൈവ് ചെയ്യുന്നത്? അതിനൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. PTK ഈക്വൽ ടു PRF. PRF എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്യൂഡോ റാൻഡം ഫങ്ഷനാണ്. സ്യൂഡോ റാൻഡം ഫങ്ഷൻ ഓഫ് PMK. നേരത്തെ പറഞ്ഞ നമ്മുടെ പെയർവേസ് മാസ്റ്റർ കീ. PTK ഈക്വൽ ടു സ്യൂഡോ റാൻഡം ഫങ്ഷൻ ഓഫ് PMK, NA, NS. NA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോൺസ് ആണ്, അല്ലെങ്കിൽ ഒരു റാൻഡം നമ്പറാണ്. നമ്മുടെ ആക്സസ് പോയിൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു റാൻഡം നമ്പറാണ് NA. NS എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷൻ ഡിറൈവ് ചെയ്യുന്ന ഒരു നോൺസ്, റാൻഡം നമ്പറാണ് NS. ദെൻ ആക്സസ് പോയിൻറ്റിൻ്റെ മാക്ക് അഡ്രസ്സ്, സ്റ്റേഷൻ്റെ മാക്ക് അഡ്രസ്സ്. ഈ 5 കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് PTK ഡിറൈവ് ചെയ്യുന്നത്. PTK ഈക്വൽ ടു സ്യൂഡോ റാൻഡം ഫങ്ഷൻ ഓഫ് PMK നോൺസ് NA, നോൺസ് NS. നോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡം നമ്പർ, രണ്ടുപേരും ജനറേറ്റ് ചെയ്യുന്ന റാൻഡം നമ്പർ, രണ്ടുപേരുടെ മാക്ക് അഡ്രസ്സ്. ഇത് വെച്ചിട്ടാണ് ഈ PTK ഡിറൈവ് ചെയ്യുന്നത്. ഇപ്പോൾ PTK ഒരു 384 ബിറ്റ് കീയാണ്. PTK ഒരു 384 ബിറ്റ് കീയാണ്. ദെൻ ഈ PTK കിട്ടിക്കഴിഞ്ഞാൽ
ഈ പി ടി കെയിൽ നിന്നും 3 കീ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നു. ടി കെ, കെ സി കെ, കെ ഇ കെ, ഇതെല്ലാം 128 ബിറ്റാണ്. ഇത് 3 128 ബിറ്റാണ്. ഈ 384 ബിറ്റ് കീയായ പി ടി കെയിൽ നിന്നും 3 128 ബിറ്റ് കീസിനെ എക്സ്ട്രാക്റ്റ് ചെയ്യും. ടി കെ, കെ സി കെ, കെ ഇ കെ. ടി കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറൽ കീ, കെ സി കെ കീ കൺഫർമേഷൻ കീ, കെ ഇ കെ കീ എൻക്രിപ്ഷൻ കീ. ഇപ്പോൾ കെ ഇ കെ യൂസ് ചെയ്യുന്നത് മെസ്സേജുകളെ എൻക്രിപ്റ്റ് ചെയ്യുന്നത് ഈ കെ ഇ കെ വെച്ചിട്ടായിരിക്കും. മെസ്സേജുകളുടെ ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീയാണ് കെ സി കെ കീ കൺഫർമേഷൻ കീ. ഈ ടെമ്പറൽ കീ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബോത്ത്. It is used for both encryption and integrity protection of data between the access point and the station. കെ ഇ കെ യൂസ് ചെയ്യുന്നത് എൻക്രിപ്ഷന് വേണ്ടിയിട്ട്, കെ സി കെ യൂസ് ചെയ്യുന്നത് ഇൻറ്റഗ്രിറ്റി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, ടെമ്പറൽ കീ യൂസ് ചെയ്യുന്നത് രണ്ടിനും യൂസ് ചെയ്യുന്നുണ്ട്, എൻക്രിപ്ഷനും ഇൻറ്റഗ്രിറ്റി പ്രൊട്ടക്ഷനും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കീ ഹൈറാർക്കി. ഇവിടെ വയർലെസ് ലാൻഡ് 802.11 വയർലെസ് ലാൻഡ് കേസിൽ യൂസ് ചെയ്യുന്ന കീസ്, ഇത്രയും കീസാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതാണ് ഒരു ഹൈറാർക്കി ഒരു ഫിഗറിൻ്റെ ഫോമിൽ കാണിച്ചേക്കുന്നത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 4-way ഹാൻഡ് ഷേക്ക്. ഇപ്പോൾ 4-way ഹാൻഡ് ഷേക്ക് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പി ടി കെയിൽ നിന്ന് പി എം കെയിൽ നിന്ന് പി ടി കെ ഡിറൈവ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ 2 ടൈപ്പ് കീ ഉണ്ട്. പെയർവൈസ് കീ, ഗ്രൂപ്പ് കീ. ഗ്രൂപ്പ് കീ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഗ്രൂപ്പ് കീ യൂസ് ചെയ്യുന്നത് മൾട്ടികാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് കമ്മ്യൂണിക്കേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീയാണ് ഗ്രൂപ്പ് കീ. അപ്പോൾ ഈ ഗ്രൂപ്പ് കീയെ വയർലെസ് സ്റ്റേഷന് എത്തിച്ചു കൊടുക്കുന്നത് ആക്സസ് പോയിൻ്റാണ്. ആക്സസ് പോയിൻ്റാണ് ഗ്രൂപ്പ് കീയെ ഈ വയർലെസ് സ്റ്റേഷന് കൊടുക്കുന്നത്. ഇപ്പോൾ വയർലെസ് സ്റ്റേഷന് ഒരു ബ്രോഡ്കാസ്റ്റ് സർവീസ് അല്ലെങ്കിൽ മൾട്ടികാസ്റ്റ് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡേറ്റ ബ്രോഡ്കാസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ മൾട്ടികാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് കീ വെച്ചിട്ടായിരിക്കും എൻക്രിപ്റ്റ് ചെയ്തത് വിടുന്നത്. അപ്പോൾ ഗ്രൂപ്പ് കീയെ എത്തിച്ചു കൊടുക്കുന്നത്, വയർലെസ് സ്റ്റേഷന് ഗ്രൂപ്പ് കീയെ എത്തിച്ചു കൊടുക്കുന്നത് ഈ ആക്സസ് പോയിൻ്റാണ്. അപ്പോൾ എങ്ങനെയാണ് അത് കൊടുക്കുന്നത് എന്നാണ് ഈ ഫിഗർ വെച്ച് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റിലെ ആക്സസ് പോയിൻ്റ് ഒരു നോൺസ് നേരത്തെ പറഞ്ഞായിരുന്നു. നോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു റാൻഡം നമ്പറാണ്. അപ്പോൾ ആക്സസ് പോയിൻ്റ് ഒരു നോൺസ് ക്രിയേറ്റ് ചെയ്യുന്നു, അത് സ്റ്റേഷനിലോട്ട് സെൻഡ് ചെയ്യുന്നു. സ്റ്റേഷൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സ്റ്റേഷൻ്റെ ഒരു നോൺസ് ക്രിയേറ്റ് ചെയ്യുന്നു, സ്റ്റേഷൻ്റെ ഒരു റാൻഡം നമ്പർ ക്രിയേറ്റ് ചെയ്യുന്നു, NS. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് പി ടി കെ ഡിറൈവ് ചെയ്യുന്നു. പി ടി കെ ഈക്വൽ ടു സ്യൂഡോ റാൻഡം ഫംഗ്ഷൻ ഓഫ് പി എം കെ അറിയാമല്ലോ, നേരത്തെ പറഞ്ഞ പെയർവൈസ് മാസ്റ്റർ കീ. ദെൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത നോൺസ്, 2 നോൺസ്, 2 പേരുടെ മാർക്കർസ് വെച്ചുകൊണ്ട് പി ടി കെ പെയർവൈസ് ട്രാൻസിയൻറ്റ് കീ കണ്ടുപിടിക്കുന്നു. ദെൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത അതുകൊണ്ട് തന്നെ ഇവിടെ പെയർവൈസ് ട്രാൻസിയൻറ്റ് കീ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ആ പെയർവൈസ് ട്രാൻസിയൻറ്റ് കീയിൽ നിന്ന് 3 കീ എക്സ്ട്രാക്റ്റ് ചെയ്യും. ടി കെ, കെ സി കെ, കെ ഇ കെ. നേരത്തെ പറഞ്ഞ കണക്ക് ഈ പി ടി കെ ഒരു 384 ബിറ്റ് കീ ആണ്. ആ 384 ബിറ്റ് കീയിൽ നിന്ന് 128 ബിറ്റുള്ള 3 കീസ് ടി കെ, കെ സി കെ, കെ ഇ കെ എക്സ്ട്രാക്റ്റ് ചെയ്യും. ഓക്കെ. ദെൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഈ നോൺസ് അവണക്ക് തന്നെ അവിടുത്തെ എൻക്രിപ്ഷൻ അൽഗോരിതം, അതാണ് സിഫർ സ്യൂട്ട്. ദെൻ MIC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോഡാണ് MIC. ഈ MIC ക്രിയേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? KCK വെച്ചിട്ടാണ്. ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീ അല്ലയോ KCK, കീ കൺഫർമേഷൻ കീ. അപ്പോൾ ഈ KCK വെച്ചിട്ടാണ് ഇവിടുത്തെ ഈ ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളും കൂടി ആക്സസ് പോയിൻറ്റിലോട്ട് സെൻഡ് ചെയ്യും. ആക്സസ് പോയിൻ്റ് ഈ മെസ്സേജ് കിട്ടുമ്പോഴത്തേക്ക് ആക്സസ് പോയിൻ്റ് ഒരു PTK
ക്രിയേറ്റ് ചെയ്യും. ഈ സെയിം ഇക്വേഷൻ വെച്ചിട്ട് പി ടിക്ക് അവിടെയും ക്രിയേറ്റ് ചെയ്യുന്നു. സ്യൂഡോ റാൻഡം ഫംഗ്ഷൻ ഓഫ് പി എം കെ നോൺസ്, രണ്ട് മാക് അഡ്രസ്സും വെച്ചുകൊണ്ട് പി ടിക്ക് ആക്സസ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ആ പി ടി കെയിൽ നിന്ന് നേരത്തെ പറഞ്ഞ കണക്ക് ടി കെയും കെ സി കെയും കെ ഇ കെയും എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഈ കെ സി കെ വെച്ചുകൊണ്ട് വന്ന മെസ്സേജിൻ്റെ ഇൻറ്റഗ്രിറ്റി ഇത് വെരിഫൈ ചെയ്യും. ഓക്കെ, ഇൻറ്റഗ്രിറ്റി വെരിഫൈ ചെയ്തിട്ട് ദെൻ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആക്സസ് പോയിൻ്റ് ആ ഗ്രൂപ്പ് കീ അല്ലെങ്കിൽ ഗ്രൂപ്പ് ട്രാൻസിയൻറ്റ് കീ ആക്സസ് പോയിൻ്റ് എങ്ങോട്ട് സെൻഡ് ചെയ്യും? വയർലെസ് സ്റ്റേഷനിലോട്ട് സെൻഡ് ചെയ്യും. അതെങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത്? ഗ്രൂപ്പ് ട്രാൻസിയൻറ്റ് കീ ഇവിടെ യൂസ് ചെയ്യുന്ന സിഫർ സ്യൂട്ട്, അതായത് എൻക്രിപ്ഷൻ മെത്തേഡ്, MIC ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് MIC ക്രിയേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? KCK വെച്ചിട്ടാണ്, കീ കൺഫർമേഷൻ കീ വെച്ചിട്ടാണ്. ആ കീ ആണ് ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ദെൻ ഇത് KEK എന്ന് വെച്ച് കഴിഞ്ഞാൽ കീ എൻക്രിപ്ഷൻ കീ. ഈ 3 ഡേറ്റയും കൂടി കീ എൻക്രിപ്ഷൻ കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ട് ആക്സസ് പോയിൻ്റ് സ്റ്റേഷനിലോട്ട് സെൻഡ് ചെയ്യും. ഇപ്പോൾ സ്റ്റേഷന് ഗ്രൂപ്പ് കീയെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ഡാറ്റ അല്ലെങ്കിൽ മൾട്ടികാസ്റ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് കീയെ എങ്ങനെയാണ് ആക്സസ് പോയിൻ്റ് സ്റ്റേഷനിലോട്ട് എത്തിച്ചു കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 3ാമത്തെ സ്റ്റെപ്പിലാണ് ഈ ഗ്രൂപ്പ് കീയെ ആക്സസ് പോയിൻ്റ് വയർലെസ് സ്റ്റേഷനിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് കീ ഉണ്ട്, ഇവിടെ സിഫർ സ്യൂട്ട് ഉണ്ട്, ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് MIC ഉണ്ട്. MIC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോഡാണ്. അത് KCK വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഡേറ്റ ഒരു KEK എന്ന് പറഞ്ഞ കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് സെൻഡ് ചെയ്യും. അത് ഡിക്രിപ്റ്റ് സ്റ്റേഷനിൽ കിട്ടുമ്പോഴത്തേക്ക് ഇത് ഡിക്രിപ്റ്റ് ചെയ്തിട്ട് ഈ ഗ്രൂപ്പ് ട്രാൻസിയൻറ്റ് കീ എടുക്കുന്നു. ദെൻ അത് കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഒരു ഓക്കെ മെസ്സേജ് അങ്ങോട്ട് സെൻഡ് ചെയ്യും. അപ്പം ഇങ്ങനെയാണ് ആക്സസ് പോയിൻ്റ് ഗ്രൂപ്പ് ട്രാൻസിയൻറ്റ് കീയെ സ്റ്റേഷനിലോട്ട് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ട്രാൻസിയൻറ്റ് കീ യൂസ് ചെയ്യുന്നത് ബ്രോഡ്കാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ അല്ലെങ്കിൽ മൾട്ടികാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് ട്രാൻസിയൻറ്റ് കീ യൂസ് ചെയ്യുന്നത്. ദെൻ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഇൻ വയർലെസ് ലാൻ. ഇപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. C എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഫർ ടെക്സ്റ്റ് ഈക്വൽ ടു പ്ലെയിൻ ടെക്സ്റ്റ് എക്സ്ക്ലൂസീവ് ഓർ KS എന്ന് വെച്ച് കഴിഞ്ഞാൽ കീ സ്ട്രീം. ഇപ്പോൾ ഇവിടെ പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കീ വേണ്ടായോ? അപ്പോൾ ഇവിടെ KS ആണ് കീ സ്ട്രീം എന്ന് പറയും. ഈ കീ സ്ട്രീം ഡെവലപ്പ് ചെയ്യുന്നത്, കീ സ്ട്രീം കണ്ടുപിടിക്കുന്നത് 2 ഇൻപുട്ട് വെച്ചിട്ടാണ്. എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീക്രട്ട് കീ ആണ്. വയർലെസ് സ്റ്റേഷനും ആക്സസ് പോയിൻറ്റുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു സീക്രട്ട് കീ ആണ് എസ്. ഇനിഷ്യലൈസേഷൻ വെക്ടർ ഇവിടെ സെൻഡ് ചെയ്യുന്ന സെൻഡർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വെക്ടറാണ് ഇനിഷ്യലൈസേഷൻ വെക്ടർ. അപ്പോൾ ഇനിഷ്യലൈസേഷൻ വെക്ടറും ഈ ഷെയർഡ് കീയും വെച്ചുകൊണ്ടാണ് കീ സ്ട്രീം ഡെവലപ്പ് ചെയ്യുന്നത്. ഈ കീ സ്ട്രീം പ്ലെയിൻ ടെക്സ്റ്റുമായിട്ട് എക്സോർ ചെയ്യുമ്പോഴാണ് നമുക്ക് സൈഫർ ടെക്സ്റ്റ് കിട്ടുന്നത്. ദെൻ ഈ ഡേറ്റ റിസീവറിലോട്ട് സെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ റിസീവറിലോട്ട് സെൻഡ് ചെയ്യുന്ന ആ ഡേറ്റയുടെ ഫോർമാറ്റ് കാണിച്ചിട്ടുണ്ട്. മാക് ഹെഡറുണ്ട്, ബോഡിയുണ്ട്. ബോഡിക്കകത്ത് എന്താ ഉള്ളത്? സെൻഡർ ക്രിയേറ്റ് ചെയ്ത ഇനിഷ്യലൈസേഷൻ വെക്ടർ, അത് 24 ബിറ്റാണ്. എൻക്രിപ്റ്റ് ചെയ്ത സൈഫർ ടെക്സ്റ്റ്, അതാണ് ഈ കാണുന്നത്. ദെൻ ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എൻക്രിപ്റ്റഡ് CRC. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിസീവറിലോട്ട് സെൻഡ് ചെയ്യുന്നത്. സെൻഡ് ചെയ്യുന്ന പാക്കറ്റിന് ഹെഡറുണ്ട്. ദെൻ ഇവിടുത്തെ ഇനിഷ്യലൈസേഷൻ വെക്ടർ, ഇനിഷ്യലൈസേഷൻ വെക്ടറും ഷെയർഡ് കീയും വെച്ചിട്ടാണ് കീ സ്ട്രീം ജനറേറ്റ് ചെയ്യുന്നത്. ഷെയർഡ് കീ റിസീവറിന് അറിയാം, അത് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിഷ്യലൈസേഷൻ വെക്ടർ ആണ് സെൻഡർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നമ്പർ, അത് മാത്രം അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഇനിഷ്യലൈസേഷൻ വെക്ടർ, എൻക്രിപ്റ്റഡ് പ്ലെയിൻ ടെക്സ്റ്റ്, ദെൻ ഈ CRC ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള CRC, ഇത്രയാണ് ഈ പാക്കറ്റിനകത്തുള്ളത്. ഇത് റിസീവറിലോട്ട് സെൻഡ് ചെയ്യും. റിസീവറിലോട്ട് സെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് റിസീവർ എന്ത് ചെയ്യും? ഇതിനെ ഡിക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സൈഫർ ടെക്സ്റ്റിനെ ഡിക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ കീ സ്ട്രീം വേണം. ആ കീ സ്ട്രീം ഇവിടെ കണ്ടുപിടിച്ച സെയിം മെത്തേഡ് വെച്ചിട്ട് കീ സ്ട്രീം കണ്ടുപിടിക്കുന്നു. ഇൻപുട്ട് ഷെയർഡ് കീ റിസീവറിന് അറിയാം, കാരണം റിസീവറും സെൻറ്ററുമായിട്ട് ഷെയർ ചെയ്യുന്ന കീ ആണ് ഷെയർഡ് കീ. അപ്പം സെൻറ്ററിനും അറിയാം ഈ ഷെയർഡ് കീ, റിസീവറിന് ഈ ഷെയർഡ് കീ അറിയാം. ദെൻ ഇനിഷ്യലൈസേഷൻ വെക്ടർ ഈ പാക്കറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ ഇനിഷ്യലൈസേഷൻ വെക്ടറും
ഷെയ്ഡ് കീയും വെച്ചുകൊണ്ട് കീ സ്ട്രീം ഡെവലപ്പ് ചെയ്യുന്നു. ഈ കീ സ്ട്രീം വെച്ചിട്ട് സൈഫർ ടെക്സ്റ്റിനെ ഡിക്രിപ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടും. സൈഫർ ടെക്സ്റ്റിനെ ഈ കീ സ്ട്രീമുമായിട്ട് എക്സോർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടും. അപ്പം ഇങ്ങനെയാണ് വയർലെസ് ലാനിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു കൺസെപ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ഓതൻറ്റിക്കേഷൻ ഇൻ WEP എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞ കീ സ്ട്രീം കണ്ടുപിടിക്കുന്നു, അത് വെച്ചിട്ട് ഡേറ്റയെ എൻക്രിപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ ഒരു മെത്തേഡാണ്, ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെയും പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വയർലെസ് ലാനിനകത്ത് വരുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതിനകത്തിൽ ഫസ്റ്റിലെ വയർലെസ് ലാനിൻ്റെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫിഗർ ഇതാണ്. ദെൻ അതിൻ്റെ വർക്കിംഗ് പറയുന്നു. ദെൻ അടുത്ത ഓതൻറ്റിക്കേഷൻ മെക്കാനിസം, വയർലെസ് ലാനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓതൻറ്റിക്കേഷൻ മെക്കാനിസം. ദെൻ അവിടുത്തെ കീ ഹൈറാർക്കി ഉണ്ട്. ദെൻ ലാസ്റ്റ് വണ് ഒരു 4-way ഹാൻഡ് ഷേക്ക്. ദെൻ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഇൻ വയർലെസ് ലാൻ, അതിൻ്റെ ഫിഗർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് മെയിൻലി വരുന്നത്. ഓക്കെ, താങ്ക് യു.